ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك أنبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد، സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 48ാമത്തെ സൂറത്തു അൽ ഫത്ഹിൻ്റെ തഫ്സീറാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് മദനിയത്തായ സൂറത്താണ്. അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജറയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ്. മുആവിയത്ത് ഇബ്നു ഖുറ റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുകയാണ്, മുആവിയത്ത് ഇബ്നു ഖുറ പറയുകയാണ്, സമിഅ്തു അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ, അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ എന്ന സഹാബി പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു മുഗഫലാണ് സഹാബി. ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുആവിയത്ത് ഇബ്നു ഖുറ സഹാബി അല്ല, താബിഈയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ ആണ് സഹാബി. ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫത്ഹി في مسيره سورة الفتح على راحلته فرجع فيها. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹിൻ്റെ വർഷം അവിടുന്ന് തൻ്റെ വാഹനപ്പുറത്തേറി സഞ്ചരിക്കവേ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുകയുണ്ടായി. ഫറജ്ജ, അവിടുന്ന് തർജീഅ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓതുമ്പോഴുള്ള, ഉദാഹരണത്തിന് നീട്ടി ഓതുന്ന പാകത്തെത്തിയാൽ പ്രത്യേകമായുള്ള ഒരു ശൈലിയാണ് തർജിയ എന്ന് പറയുന്നത്. ഇമാം ബുഖാരിയുടെ സഹീഹിൽ അതിങ്ങനെ വിശദീകരിച്ചത് കാണാം. എന്ന് 3 തവണ ശബ്ദം കൊടുത്ത് ഇമാം ബുഖാരിയുടെ സഹീഹിൽ അത് വിശദീകരിച്ചത് കാണാം. ഉദാഹരണത്തിന് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, അങ്ങനെ നീട്ടി ഓതി എന്നാണ് അതിൻ്റെ അർത്ഥം. വല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പരാമർശിച്ചിട്ടുള്ള മഹത്തായ വിജയം എന്നത് ഹുദൈബിയ സന്ധിയാണ്. സുൽഹു അൽ ഹുദൈബിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ 6ാമത്തെ വർഷം ദുൽഖഅദയിൽ, ഹിജറ 6ാമത്തെ വർഷം ദുൽഖഅദ മാസം അവിടുന്ന് ഹുദൈബിയയിൽ നിന്ന് മടങ്ങുന്ന സമയത്താണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാൻ വേണ്ടി മദീനയിൽ നിന്ന് മക്കയിലേക്ക് സഹാബത്തിനെയും കൂട്ടി പോവുകയുണ്ടായി. എന്നാൽ മുശ്രിക്കുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും തടഞ്ഞു. പിന്നീട് അവർ നബിയുമായി സന്ധിക്ക് തയ്യാറായി. ആ സന്ധിയിലെ വ്യവസ്ഥകളിലൊന്നാണ് ഈ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉംറ ചെയ്യാതെ തിരിച്ചു പോകണം, അടുത്ത വർഷം ഉംറ ചെയ്യാൻ വേണ്ടി വരാം. അതുപോലെ മറ്റു പല നിബന്ധനകളും വ്യവസ്ഥകളും ഹുദൈബിയയിൽ ഉണ്ടായിട്ടുണ്ട്. സഹാബത്തിൽ പലർക്കും ആ സന്ധി ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരിൽ ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഈ സുൽഹ്, ഈ സന്ധി എന്നത്
ഇസ്ലാമിന് വലിയ ഖൈറാണ് പിന്നീട് ഉണ്ടാക്കിയത്. അതുമുഖേന ഒരുപാട് നന്മകൾ ഉണ്ടായി, ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ധിയെ ഫത്ഹ് എന്ന് വിളിച്ചു, വിജയം എന്ന് വിളിച്ചു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അതുപോലെ മറ്റുള്ള സഹാബിമാരിൽ മറ്റു ചിലരും പറഞ്ഞത് കാണാം, ഇന്നക്കും തഅദ്ദൂനൽ ഫത്ഹ മക്ക, നിങ്ങൾ ഫത്ഹു മക്കയാണോ ഫത്ഹായി കാണുന്നത്, മക്ക വിജയമാണോ നിങ്ങൾ വിജയമായി കാണുന്നത്? എന്നാൽ വനഹ്നു നഉദ്ദുൽ ഫത്ഹ സുൽഹൽ ഹുദൈബിയ, ഞങ്ങൾ വിജയമായി കാണുന്നത് ഹുദൈബിയ സന്ധിയെ ആണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, തഅദ്ദൂന അൻതുമുൽ ഫത്ഹ മക്ക, നിങ്ങൾ മക്ക വിജയമാണോ വിജയമായി ഫത്ഹായി കണക്കാക്കുന്നത്? വഖദ് കാന ഫത്ഹു മക്കത ഫത്ഹ, ശരിയാണ് മക്ക വിജയം തന്നെ. എന്നാൽ വനഹ്നു ഞങ്ങൾ അഥവാ സഹാബിമാർ നഉദ്ദുൽ ഫത്ഹ ബൈഅത റിദ്വാൻ യൗമൽ ഹുദൈബിയ, എന്നാൽ ഞങ്ങൾ ഫത്ഹായി കാണുന്നത് ബൈഅത്തു റിദ്വാനാണ്. ഹുദൈബിയയിൽ നടന്ന ഒരു സംഭവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ പ്രതിജ്ഞ ചെയ്തു, മുശ്രിക്കുകളുമായി സംസാരത്തിന് പോയ ഉസ്മാനെ കാണാനില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കുകൾ കൊലപ്പെടുത്തി എന്ന കിംവദന്തി വാർത്ത പരന്നു. അപ്പോൾ സഹാബിമാർ ഇതിന് മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കും ഇതിന് പകരം വീട്ടാൻ എന്ന് മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് സന്ധി ചെയ്യുകയുണ്ടായി, കരാർ ചെയ്യുകയുണ്ടായി, പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ച് ഈ സൂറത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് പരാമർശം കാണാം. ബറാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 1400 പേരായിരുന്നു, 1400 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഹുദൈബിയ, എന്നിട്ട് ബറാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബറാ ഇബ്നു ആസിബ് എന്ന സഹാബി, വൽ ഹുദൈബിയ ബിഅറുൻ, ഹുദൈബിയ എന്നാൽ അതൊരു കിണറാണ്, ഹുദൈബിയ എന്നത് ഒരു കിണറിന്റെ പേരാണ്. ഫനസഹ്നാഹ, ആ കിണറിലുള്ളത് മുഴുവൻ ഞങ്ങൾ വെള്ളവും എടുത്തു ഉപയോഗിച്ചു. ഫലം നതുർക്ക് ഫീഹാ ഖത്ര, ഒരു തുള്ളി പോലും ബാക്കിയില്ല. ആ നിലക്ക ഹുദൈബിയയിലെ ആ കിണറിലെ വെള്ളം ഞങ്ങൾ എടുത്തു. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിവരം കിട്ടി, അഥവാ വെള്ളം തീർന്നു എന്ന വിവരം കിട്ടിയപ്പോൾ ഫഅതാന, നബി ഞങ്ങളുടെ അരികിലേക്ക് വന്നു. ഫജലസ അലാ ഷഫീരിഹ, ആ കിണറിന്റെ ഹുദൈബിയ കിണറിന്റെ വക്കത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. സുമ്മ ദഅ ബിഇനാഇൻ മിൻ മാ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഫതവദ്ദഅ, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം കൊണ്ട് വുദു എടുത്തു. സുമ്മ തമദ്മദ, എന്നിട്ട് വായിൽ വെള്ളം കൊപ്പിളിച്ചു. വദഅ സുമ്മ സബ്ബഹു ഫീഹാ, പ്രാർത്ഥിച്ചു, ആ കിണറിലേക്ക് അവിടുന്ന് വെള്ളം കൊപ്പിളിക്കുകയുണ്ടായി, വായിൽ നിന്ന് ആ കിണറിലേക്ക് വെള്ളം തുപ്പുകയുണ്ടായി. ഫതറക്നാഹാ ഗൈറ ബഈദ്, ബറാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരൽപ്പം സമയം മാത്രമേ കഴിഞ്ഞുള്ളൂ. സുമ്മ ഇന്നഹാ അസ്ദറത്ന മാ ശിഅ്നാ നഹ്നു വരികാബിനാ, പിന്നീട് ഞങ്ങൾക്കും ഞങ്ങളുടെ വാഹനമൃഗങ്ങൾക്കും എല്ലാം മതിയാവോളം വെള്ളം ആ കിണറിൽ വീണ്ടും ഉറപൊട്ടുകയുണ്ടായി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിൻ്റെയും അവിടുത്തെ പ്രാർത്ഥനയുടെയും ബറക്കത്തായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ബറക്കത്ത് നിശ്ചയിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്താൽ അവിടുന്ന് പ്രാർത്ഥിക്കുകയും അവിടുന്ന് വിരൽ മുക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഭക്ഷണം വർദ്ധിക്കുക, വെള്ളം വർദ്ധിക്കുക എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളമായി സംഭവിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ ധാരാളമായി നമുക്കത് സഹിഹായ ഹദീസുകളിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നബിയിലൂടെ പ്രകടമാക്കിയ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണത്. അതിനർത്ഥം ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുമ്പോഴെല്ലാം വെള്ളവും ഭക്ഷണവും ഉണ്ടാകുമെന്നല്ല, അങ്ങനെ ഉണ്ടാവുകയില്ല. തയമ്മൂമിൻ്റെ ആയത്ത് ഇറങ്ങിയിട്ടില്ലേ? വെള്ളമില്ലാത്തതുകൊണ്ടല്ലേ തയമ്മൂമിൻ്റെ ആയത്ത് ഇറങ്ങിയത്?
അത് അഹ്സാബ് ഖന്ദഖ് യുദ്ധത്തിൽ അതിൻ്റെ ആ കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പട്ടിണിയായിരുന്നു. അവിടുന്ന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരുന്നു. മക്കയിൽ വെച്ച് ഖുറൈശികൾ ബനു ഹാഷിം കുലത്തെ ബനു ഹാഷിമുകാരെ അവരെ ഉപരോധിച്ചു. അവർ അബൂ താലിബ് താഴ്വരയിൽ അവിടെ കഴിയേണ്ടി വന്നു, ഉപരോധത്തിന് ഇരകളായി കഴിയേണ്ടി വന്നു. സഹാബത്ത് പറയുന്നത് കാണാൻ ഞങ്ങൾ ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കേണ്ടി വന്നിരുന്നു. പറഞ്ഞാൽ ഭക്ഷണം ഇല്ലാതെ ഇലകൾ ഭക്ഷിച്ച് അങ്ങനെ ഉണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പും ദാഹവും എല്ലാം സഹിച്ചിട്ടുണ്ട്. വെള്ളമില്ലാത്ത ഭക്ഷണമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പല സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്തിനാൽ അള്ളാഹു ഇവിടത്തേക്ക് വെള്ളം, ഭക്ഷണം ഇതെല്ലാം വർദ്ധിപ്പിച്ച് ബറക്കത്ത് നൽകിയതായി കാണാം. നോക്കൂ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ, ഞങ്ങൾ നബിയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഫസഅൽതുഹു അൻ ഷൈഇൻ സലാസ മറാത്തിൻ, ഞാൻ നബിയോടൊരു കാര്യം 3 തവണ ചോദിച്ചു. ഫലം യറുദ്ദ അലൈ, നബി എനിക്ക് ഉത്തരം നൽകിയില്ല. ഹുദൈബിയുടെ ഈ സമയത്ത് ഉമർ ഒരുപാട് തവണ ഉമറിൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചത് ഹദീസുകളിൽ കാണാം. ഉമർ ധാരാളം തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. വളരെ പ്രയാസകരമായ ഒരു ഘട്ടമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുമായി കരാറുണ്ടാക്കുന്നു. സുഹൈൽ ഇബ്നു അംർ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് കരാർ എഴുതാൻ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്താണ് റഹ്മാൻ എന്നറിയില്ല, ഈ മുമ്പ് എഴുതാറുള്ളത് പോലെ ബിസ്മിക അല്ലാഹുമ്മ എന്നെഴുതിക്കോളൂ. മിൻ മുഹമ്മദ് ആദാ മാ സാലഹഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതാണ് അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് ചെയ്യുന്ന കരാർ എന്ന് എഴുതിയപ്പോൾ പറഞ്ഞു, നീ അള്ളാഹിൻ്റെ റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിക്കണേ, പിന്നെ ഈ തർക്കത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് അത് പറ്റില്ല, മായ്ച്ചു കളയണം. മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. അലി എഴുതിക്കോളൂ മുഹമ്മദ് ബിൻ അബ്ദില്ല. റസൂലുള്ളാഹ് എന്ന് മായ്ച്ചോളൂ. അള്ളാഹുവാണ്, ഞാൻ അവൻ്റെ റസൂലാണ്, അള്ളാഹുവിനറിയാം, അത് മായ്ച്ചോളൂ. മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതി. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അവിടുന്ന് പറഞ്ഞിരുന്നു, ഈ നാടിൻ്റെ മക്കയുടെ ഹുർമത്ത്, അതിൻ്റെ പവിത്രത സംരക്ഷിക്കാൻ ഖുറൈശികൾ എന്നോട് എന്ത് വിട്ടുവീഴ്ചക്ക് ആവശ്യപ്പെട്ടാലും ഞാൻ അതിന് തയ്യാറാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞിരുന്നു. അങ്ങനെ അത് സമ്മതിക്കും. കരാറിലെ വ്യവസ്ഥകൾ അതാ വരികയാണ്. ഈ വർഷം ഉംറ ചെയ്യാൻ ചെയ്തുകൂടാ, തിരിച്ചു പോകണം. അടുത്ത വർഷം ഉംറ ചെയ്യാം. അതുപോലെ മുശ്രിക്കുകളിൽ മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി മദീനയിലേക്ക് പുറപ്പെട്ടാൽ സ്വീകരിക്കരുത്, തിരിച്ചയക്കണം. എന്നാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിം മുർത്തദ്ദായി മക്കയിലേക്ക് വന്നാൽ, മക്കയിലേക്ക് മുർത്തദ്ദായിട്ട് വരുള്ളൂ ആ സമയത്ത്, കാരണം ദാറുൽ ഹിജറയിൽ നിന്ന് മുസ്ലിമീങ്ങളാരും ശത്രുരാജ്യത്തേക്ക് പോവുകയില്ലല്ലോ, ഇങ്ങോട്ട് വന്നാൽ തിരിച്ചയക്കുകയില്ല. അതുപോലെ 10 വർഷങ്ങൾ യുദ്ധമില്ല. പരസ്പരം സഖ്യകക്ഷികളായ ഗോത്രങ്ങൾ ഇവരുടെ സഖ്യകക്ഷികളായ ഗോത്രങ്ങളോട് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളോട് സന്ധിയിലുള്ള ഗോത്രങ്ങളുണ്ട്, മുശ്രിക്കുകളുടെ ഗോത്രങ്ങളുണ്ട്, അവരെ ഇവർ ആക്രമിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കരാറുകൾ അതിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ പറഞ്ഞ് ആ സമയത്താണ് അബൂജന്തൽ റളിയല്ലാഹു അൻഹു ചങ്ങലകളിൽ ബന്ധിതനായി കൊണ്ടുവരുന്നത്. അബൂജന്തൽ കരാർ എഴുതുന്ന സുഹൈൽ ബിൻ അമറിന്റെ മകനാണ്. അബൂജന്തൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ ചങ്ങലയിലിട്ട് പീഡിപ്പിക്കുകയാണ്. അദ്ദേഹം ചങ്ങലകളിൽ ബന്ധിതനായി വരികയാണ് ഹുദൈബിയയിലേക്ക്. എന്നിട്ട് പറയുന്നു, അള്ളാഹിൻ്റെ റസൂലെ, നോക്കി എൻ്റെ അവസ്ഥകൾ കാണുന്നില്ലേ, എന്നെ സ്വീകരിക്കണം, ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈൽ ബിൻ അമറിനോട് പറഞ്ഞു, അബൂജന്തലിൻ്റെ കാര്യം ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ഈ പറഞ്ഞ കരാർ പ്രകാരം ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, പക്ഷെ അബൂജന്തലിൻ്റെ കാര്യം ഒഴിവാക്കി തരണം. സുഹൈൽ ബിൻ അമർ പറയാൻ, മുഹമ്മദേ, ഞാൻ ഈ കരാർ നിന്നോട് പാലിക്കാൻ ആദ്യം ആവശ്യപ്പെടുന്നത്
അബൂജന്തലിൻ്റെ കാര്യത്തിലാണ്. സഹാബത്താകെ പ്രയാസത്തിലായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, അയാൾ ശരിക്കും അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയല്ലേ? നമ്മൾ ഹക്കിലല്ലേ? അവർ ബാത്തിലല്ലേ? പിന്നെന്തിനാണ് ദീനിൽ നമ്മൾ ഈ നിന്യത വിലക്ക് വാങ്ങുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ചോദിക്കുകയാണ്, ഓ റസൂലെ, താങ്കൾ സ്വപ്നം കണ്ടിട്ടില്ലേ? താങ്കൾ ഉംറ ചെയ്യുമെന്ന് അള്ളാഹു കാണിച്ചു കൊടുത്ത സ്വപ്നമാണ്. ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് കാണാം, ലഖദ് സദഖല്ലാഹു റസൂലഹു റുഅ്യ ബിൽ ഹഖ്. അള്ളാഹു അവൻ്റെ റസൂലിന് കാണിച്ചു കൊടുത്ത സ്വപ്നം അത് സത്യമാണ്. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ. നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്, നിർഭയരായിക്കൊണ്ട് എന്ന് അള്ളാഹു ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് കാണാം. അപ്പോൾ ഈ സ്വപ്നം കണ്ടതിന് ശേഷമാണ് ഉമർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഉമർ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കും, ഉമറെ, ഈ വർഷം ചെയ്യുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഉമർ ചെയ്യുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈ വർഷം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ശരി, പോയിക്കോളൂ. ഉമറിന് ക്ഷമ കിട്ടിയില്ല. അബൂബക്കറിൻ്റെ അടുത്ത് നിന്ന് ഇതേ ചോദ്യം ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വർഷം ചെയ്യുമെന്ന് ഉമർ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നോക്കൂ, ഈ മറുപടി പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി റസൂലുള്ളാഹിൻ്റെ മറുപടി നോക്കൂ. ഒന്നായത് പരസ്പരം ചർച്ച ചെയ്തിട്ടായതല്ല അത്. അബൂബക്കറിൻ്റെ കാമിലായ ഫഹമാണ്, വളരെ മുന്തിയ ബുദ്ധിയും ചിന്തയും ദീനിലുള്ള അവഗാഹവും സൂചിപ്പിക്കുന്ന സംഭവങ്ങളിലൊന്നാണ്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ മാ ബൈന ദുനിയ വമാ ഇൻദഹു ഫഖ്തറ മാ ഇൻദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ അവസരം നൽകി. ഒന്നുകിൽ ദുനിയാവ് അല്ലെങ്കിൽ അള്ളാഹുവിങ്കലുള്ളത്. അപ്പോൾ ആ അടിമ അള്ളാഹുവിൻ്റെ പക്കലുള്ളത് തിരഞ്ഞെടുത്തു. ഫബക അബൂബക്കർ. അപ്പോൾ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഈ ഷെയ്ഖ് കരയുന്നത്? ഒരടിമ അള്ളാഹു രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടു, തിരഞ്ഞെടുക്കാൻ അവസരം നൽകി, ദുനിയാവ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പക്കലുള്ളത് തിരഞ്ഞെടുത്തു. അതിനെന്തിനാണ് ഇദ്ദേഹം കരയുന്നത്? പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി, ആ അടിമ അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മരണത്തെക്കുറിച്ചുള്ള സൂചനയാണ് പറഞ്ഞത്. വകാന അബൂബക്കറിൻ അഅലമനാ. അബൂബക്കറാണ് ഞങ്ങളിൽ ഏറ്റവും ഇൽമുള്ള വ്യക്തി, ഏറ്റവും അറിവുള്ള ആൾ. അപ്പം ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് ഉമറിനെ ഇങ്ങനെ പറഞ്ഞ് തിരുത്തുകയുണ്ടായി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തിട്ടാണ് വരുന്നത്. അവിടുന്ന് എല്ലാവരോടും പറഞ്ഞു മുടിയെടുക്കാൻ. കാരണം മക്കയിലെത്തിയിട്ടില്ല, കഅബ തവാഫ് ചെയ്തിട്ടില്ല, ഉംറയുടെ കർമ്മങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ തടയപ്പെട്ടു, മുഹ്സർ ആയി തീർന്നു. അത് ഉംറയിലോ ഹജ്ജിലോ തടയപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഴിയിൽ തടസ്സം ഉണ്ടായാൽ അവിടുന്ന് തഹല്ലുലാവുക. എവിടുന്നാണോ തടയപ്പെട്ടത് അവിടുന്ന് തഹല്ലുലാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടെ മുടിയെടുക്കാൻ കൽപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയെടുക്കാൻ പറഞ്ഞപ്പോൾ സഹാബികൾ ആരും എടുക്കുന്നില്ല. അവിടത്തേക്ക് പ്രയാസമായി അവിടുന്ന് ഭാര്യയായ ഉമ്മു സലമയുടെ അടുത്തേക്ക് കയറി. അവർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ മുടിയെടുത്താൽ മതി, അവരൊക്കെ എടുത്തോളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി അവിടുന്ന് മുടിയെടുത്തു. അപ്പോൾ അതാ സഹാബത്ത് എല്ലാവരും മുടിയെടുക്കണം. അവർ പരസ്പരം എടുത്തു കൊടുക്കുകയാണ്. സങ്കടത്തിൽ അവർ പരസ്പരം അവരുടെ കത്തി കൊണ്ട് മറ്റേയാളുടെ തല കീറിപ്പോകും എന്ന രൂപത്തിൽ, പ്രയാസത്തിൽ, സങ്കടത്തോടെ അവർ മുടിയെടുക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ സന്ധി, അത് മുശ്രിക്കുകളുമായി സന്ധിയിൽ ഏർപ്പെടുകയും എന്നിട്ട് അവർ തിരിച്ചു പോവുകയുമാണ്. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധാരാളം സംസാരിച്ചു. നോക്കൂ സഹോദരങ്ങൾ, ആ സംഭവം ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്നുണ്ട്. ഭൂരിപക്ഷം സഹാബത്തിൻ്റെയും അഭിപ്രായത്തിനനുസരിച്ചല്ല അവിടെ
അള്ളാഹുവിൻ്റെ തീരുമാനം വന്നത്. അത് നമുക്ക് മനസ്സിലാക്കാം. കുറേ ആളുകൾ ഒരു കാര്യം പറഞ്ഞു എന്നതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. വളരെ നല്ലവരായ ആളുകളാണ് ഈ ആളുകൾ. പക്ഷേ ഭൂരിപക്ഷം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാകണം എന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്തിരുന്നു. ഉമർ പറയുകയാണ്, ഞാൻ 3 തവണ നബിയോട് ചോദിച്ചു, നബി എന്നോട് ഉത്തരം പറഞ്ഞില്ല. ഖാല ഫഖുൽതു ഫീ നഫ്സി, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, സകലത്ക ഉമ്മുക യാ ഇബ്നുൽ ഖത്താബ് നസർത അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 മറാത്തിൻ ഫലം യറുദ്ദ അലൈക. ഉമറേ, നീ അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രയാസപ്പെടുത്തിയല്ലേ, ചോദ്യം ചെയ്തുവല്ലേ, 3 തവണ നബി ഉത്തരം നൽകുക കൂടി ചെയ്തില്ല. ഉമർ പറയുകയാണ്, ഫറകിബ്തു റാഹിലതി, ഞാൻ എൻ്റെ വാഹനപ്പുറത്ത് കയറി, ഫഹറക്തു ബഈരി, എൻ്റെ ഒട്ടകത്തെ ഞാൻ സഞ്ചരിപ്പിച്ചു, ഫതഖദ്ദംതു, ഞാൻ മുന്നിലേക്ക് പോയി. എന്തിനാണ്? മഖാഫത അൻ യകൂന നസല ഫിയ ഷൈ, എനിക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇപ്പോൾ ഇറങ്ങുമെന്ന് പേടി എനിക്ക് തോന്നി. അത് ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, അബദ്ധം പറ്റിയല്ലോ, അതുകൊണ്ട് എന്നെക്കുറിച്ച് ഞാൻ ഈ ചെയ്ത കാര്യം തെറ്റാണ് എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ എന്നെക്കുറിച്ച് ഇറങ്ങുമെന്ന് എനിക്ക് പേടിയായി. ആ പേടി കൊണ്ട് ഞാൻ വേഗത്തിൽ ഒട്ടകമോടിച്ചു പോയി. ഖാല ഫഇദാ അന ബിമുനാദിൻ, അപ്പോഴതാ ഒരാൾ എന്നെ വിളിക്കുന്നു, യാ ഉമർ, ഓ ഉമറേ. ഖാല ഫറജഅതു, വിളി കേട്ടപ്പോൾ ഞാൻ മടങ്ങി. വാന അദുന്നു, ഞാൻ കരുതുകയാണ്, അന്നഹു നസല ഫിയ ഷൈ, എന്നെക്കുറിച്ച് എന്തോ അവതരിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങിയിട്ടുണ്ട്. ഖാല ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നസല അലയ്യൽ ബാരിഹ, ഇതായി കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് അവതരിച്ചിരിക്കുന്നു, സൂറത്തുൻ, ഒരു സൂറത്ത്, ഹിയ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫിഹാ, ദുനിയാവും അതിലുള്ളത് മുഴുവനേക്കാളും എനിക്കിഷ്ടമാണ് ആ ഇറങ്ങിയ സൂറത്ത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ വയൻസുറക അല്ലാഹു നസ്റൻ അസീസ. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ് ഈ പറഞ്ഞത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, തീർച്ചയായും നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, തുറന്നു തന്നിരിക്കുന്നു, ഫത്ഹൻ മുബീന, വ്യക്തമായ വിജയം ഓ നബിയെ താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. ലിയഗ്ഫിറ ലക അല്ലാഹു, അല്ലാഹു താങ്കൾക്ക് പുറത്തു തരുവാൻ, മാ തഖദ്ദമ മിൻ ദംബിക, താങ്കളുടെ പാപങ്ങളിൽ മുൻകഴിഞ്ഞു പോയത്, വമാ തഅഖറ, വരാനിരിക്കുന്നത്, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ അബദ്ധങ്ങളും താങ്കൾക്ക് അള്ളാഹു പുറത്തു തരാൻ, വയുതിമ്മ, പൂർത്തിയാക്കി തരാൻ, അള്ളാഹു പൂർത്തിയാക്കി തരാൻ, നിഅമതഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അലൈക, ഓ നബിയെ താങ്കൾക്ക്, വയഹ്ദിയക, അള്ളാഹു താങ്കളെ വഴി നടത്തുവാൻ, സിറാത്തൻ മുസ്തഖീമ, നേരായ പാതയിൽ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വയൻസുറക അല്ലാഹു, അള്ളാഹു താങ്കളെ സഹായിക്കാനും, നസ്റൻ അസീസ, മഹത്തരമായ സഹായം, അന്തസ്സുള്ള സഹായം. നബിയെ താങ്കൾക്ക് നാം മഹത്തായ വിജയം തുറന്നു തന്നിരിക്കുന്നു. അള്ളാഹു താങ്കൾക്ക് താങ്കളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ അബദ്ധങ്ങളെല്ലാം പുറത്തു തരാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം താങ്കൾക്ക് സമ്പൂർണ്ണമായി പൂർത്തിയാക്കി തരാൻ, നേരായ പാതയിലേക്ക് അള്ളാഹു താങ്കളെ നയിക്കാൻ, അള്ളാഹു താങ്കളെ മഹത്തരമായ ശക്തമായ സഹായം താങ്കളെ സഹായിക്കുന്നതാണ്. അതിമഹത്തായ സന്തോഷ വാർത്തയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ ശ്രേഷ്ഠതയും വിവരിക്കുന്ന ആയത്തുകളാണിത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നസലത അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിന് ഈ ആയത്തിറങ്ങി, ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ എന്ന ആയത്ത് മർജിഅഹു മിനൽ ഹുദൈബിയ, ഹുദൈബിയയിൽ നിന്ന് അവിടുന്ന് മടങ്ങുന്ന വേളയിൽ, ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഉൻസിലത് അലയ്യ ലൈലത ആയത്തുൻ, എനിക്ക് ഈ രാത്രി ഒരു ആയത്തിറങ്ങിയിരിക്കുന്നു, അഹബ്ബു ഇലയ്യ മിമ്മ അലൽ അർദ്, ഭൂമിക്ക് മുകളിൽ എന്തൊക്കെയുണ്ടോ അതിനേക്കാൾ എല്ലാം എനിക്കിഷ്ടമാണത്. ثم قرأها عليهم النبي صلى الله عليه وسلم, എന്നിട്ട് നബി അവർക്ക് ഈ ആയത്ത് ഓതി കൊടുത്തു. ഫഖാലു, അപ്പോൾ സഹാബിമാർ പറഞ്ഞു, ഹനീഅൻ മരീഅൻ യാ നബി അല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയെ താങ്കൾക്ക് എല്ലാ ആശംസകളും എല്ലാ നന്മകളും,
ലഖദ് ബയ്യന അല്ലാഹു അസ്സ വജല്ല മാ യഫഅലു ബിക്, അല്ലാഹു താങ്കളെ എന്തു ചെയ്യുമെന്ന് താങ്കളെ ഇത് അറിയിച്ചിരിക്കുന്നു. ഫമാദാ യഫഅലു ബിനാ, അല്ലാഹു നമ്മളെന്താണ് ചെയ്യുക? നബിയെ, താങ്കൾക്കുള്ളത് അല്ലാഹു ഇതാ വിവരിച്ചു തന്നു, ഞങ്ങൾക്കുള്ളത് എന്താണ്? ഫനസലത് അലൈഹി, അപ്പോൾ അതാ ബാക്കിയുള്ള ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കുകയാണ്. അതിനുശേഷം ഇതാ അഞ്ചാമത്തെ ആയത്ത് നമുക്ക് കാണാം. ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വയുകഫിറ അൻഹും സയ്യിആതിഹിം വകാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അദീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളായ മുഅ്മിനുകൾ, അവരാണ് മുഅ്മിനുകളിൽ മുൻപന്മാർ. അവർക്കുള്ളത് എന്താണ്? ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നബിയെക്കുറിച്ച് പറഞ്ഞതുപോലെ അള്ളാഹു പറയുകയാണ്, ആ മുഅ്മിനുകളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു പ്രവേശിപ്പിക്കാൻ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സുന്ദരമായ സ്വർഗ്ഗത്തോപ്പിൽ, ഖാലിദീന ഫീഹ, അവരവിടെ ശാശ്വതരായിരിക്കും. വയുകഫിറ അൻഹും സയ്യിആതിഹിം, അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ, മായ്ച്ചു കൊടുക്കാൻ. വകാന ദാലിക, അത് തീർച്ചയായും അത് ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കൽ ഫൗസൻ അദീമ, മഹത്തായ വിജയമാണ്. അപ്പോൾ മുഅ്മിനുകൾക്കും നബിയുടെ കൂടെയുള്ള മുഅ്മിനുകൾക്കും സന്തോഷ വാർത്തയായി അള്ളാഹു ഈ ആയത്തുകൾ ഇറക്കി. അല്ലാ ഖിയാമത്ത് നാൾ വരെ ഈമാനും സാലിഹായ അമലുമുള്ള ഏത് മുഅ്മിനിനുമുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് ഈ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാനം വായിച്ച ഹദീസ്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആർക്കുമില്ലാത്ത വാഗ്ദാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, വ്യക്തമായ വിജയം അഥവാ ഹുദൈബിയ സന്ധി. ഇമാം ഇബ്നു കസീർ പറയുകയാണ്, ഹുദൈബിയ കൊണ്ട് എന്തുണ്ടായി? വആമന അന്നാസു വജ്തമഅ ബഅദുഹും ബിബഅദിൻ, ജനങ്ങൾക്ക് നിർഭയത്വമുണ്ടായി, അവർ പരസ്പരം കൂടിക്കലരുന്ന സ്ഥിതി ഉണ്ടായി. എന്ന് പറഞ്ഞാൽ പരസ്പരം കണ്ടുമുട്ടുന്ന അവസ്ഥ ഉണ്ടായി. യുദ്ധമില്ലാതായാൽ അവർ പരസ്പരം പിന്നെ കാണുന്നു, ഭീതി അകന്നു. അങ്ങനെ വതകല്ലമൽ മുഅ്മിനു മഅൽ കാഫിർ, മുഅ്മിൻ കാഫിറിനോട് സംസാരിച്ചു. വന്തശറൽ ഇൽമുൻ നാഫിഉ വൽ ഈമാൻ, അറിവും അതുപോലെ ഉപകാരപ്രദമായ അറിവും ഈമാനും വ്യാപിച്ചു. ആ ഇടവേളയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് പലർക്കും ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയത്. ദഅവത്ത് വളരെ സുഗമമായി നടക്കുകയുണ്ടായി, ഇസ്ലാമിക പ്രബോധനം നന്നായി നടക്കുകയുണ്ടായി. വേറെയും ചില സംഭവങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിന് വലിയ വിജയമായി. മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മക്കയിൽ നിന്ന് മുസ്ലിമായ അബൂ ബസീർ, അദ്ദേഹത്തെ പോലെയുള്ള ചില സഹാബിമാർ അവിടുന്ന് ഓടിപ്പോയി, മക്കയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ടോ അതുപോലെ അബൂജന്തൽ, നേരത്തെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട അബൂജന്തൽ, ഇങ്ങനെ പലരും ഇസ്ലാം സ്വീകരിക്കുകയും മക്കയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അവരെ സ്വീകരിച്ചില്ല, അവർ തിരിച്ചുപോയതുമില്ല. അവർ രണ്ടിനിടയിലുള്ള ഒരു സ്ഥലത്ത് നിന്നു. എന്നിട്ട് പിന്നെ മുശ്രിക്കുകൾക്ക് അവരെ കൊണ്ട് സ്വൈരമില്ലാതായി. കാരണം അവർ ഇവരും തമ്മിലൊരു കരാറുമില്ല. അവസാനം അവർ ഈ കരാറിലെ വ്യവസ്ഥയിൽ അവർ തന്നെ ഖേദിക്കുകയുണ്ടായി. കാരണം ഒരിക്കലും ഇവർക്ക് അവർ നിൽക്കുന്ന വഴിയെ ഒരു ഖുറൈശി സംഘത്തിനും പോകാൻ സാധിക്കാത്ത രൂപത്തിൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. അത് ഹുദൈബിയ സന്ധിയുടെ ബാക്കി പത്രമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ ലംഘിച്ചിട്ടില്ല, അവിടുന്ന് അവരെ സ്വീകരിച്ചിട്ടില്ല, തിരിച്ചുവിടുകയാണ് ചെയ്തത്. പക്ഷെ അവരാകട്ടെ മക്കയിലേക്ക് പോയതില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച സുദീർഘമായ റിവായത്തിൽ ഈ സംഭവം കാണാം. അത് അവർക്ക് വലിയ തലവേദനയാവുകയും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. അള്ളാഹു പറയുന്നു, ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ അബദ്ധങ്ങളും ഓ നബിയെ താങ്കൾക്ക് അള്ളാഹു പുറത്തു തരാൻ. ഇബ്നു കസീർ പറയുകയാണ്, ഹാദാ മിൻ ഖസായിസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി ലാ യുശാരികുഹു ഫീഹാ ഗൈറു, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകതയാണ്, ഒരാൾക്കും ഇതില്ല. സഹിഹായ ഒരു ഹദീസിൽ ഈ ഒരു പ്രതിഫലം
അള്ളാഹുവിൻ്റെ റസൂലിനല്ലാതെ മറ്റൊരാൾക്കും വന്നതായി കാണാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ നന്മകളിലും അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും ദീനിൽ ഇസ്തിഖാമത്തോടെ സ്ഥൈര്യമായി ദീനിൽ സ്ഥിരതയോടെ നിലകൊള്ളുന്നതിൽ നബിയെപ്പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരാളുമില്ല. ലാ മിനൽ അവ്വലീന വലാ മിനൽ ആഖിരീൻ. മുൻകഴിഞ്ഞ തലമുറകളിലോ വരാനിരിക്കുന്ന ആളുകളിലോ ഇല്ല. ഇബ്നു കസീർ പറയുന്നു വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലുൽ ബശരി അലൽ ഇത്ലാഖ് വസയ്യിദുഹും ഫി ദുനിയ വൽ ആഖിറ. അവിടുന്നാണ് പരിപൂർണനായ മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരാളുമില്ല. ദുനിയാവിലും ആഖിറത്തിലും മനുഷ്യരുടെ നേതാവാണ്. ഹുദൈബിയയിലേക്ക് ചെല്ലുമ്പോൾ എന്ത് സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം ഖസ്വാ എന്നുപേരുള്ള ഒട്ടകം മക്കയുടെ അതിർവരമ്പിലെത്തിയപ്പോൾ അതവിടെ നിന്നു, നീങ്ങുന്നില്ല, മുന്നോട്ട് നീങ്ങുന്നില്ല. സഹാബത്ത് പറഞ്ഞു, ഈ ഒട്ടകത്തിന് സാധാരണ ഇങ്ങനൊരു നീങ്ങാത്തൊരു സ്വഭാവമുണ്ട്, ചില സമയത്ത് അത് സംഭവിച്ചതാണെന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അത് സംഭവിച്ചതല്ല. ഹബസഹ ഹാബിസുൽ ഫീൽ, ഹബസഹ ഹാബിസുൽ ഫീൽ. ആനയെ പിടിച്ചു വച്ചവൻ ഇതിനെ പിടിച്ചു വച്ചതാണ്. കാരണം അസ്ഹാബുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് അള്ളാഹു അവതരിപ്പിച്ച ആ സൂറത്തിലുള്ള സംഭവം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് അല്പം മുൻപ് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതിനിടയിൽ കഅബ തകർക്കാൻ അബ്രഹത്ത് എന്ന രാജാവ് ആനപ്പടയും കൊണ്ട് വന്നു. അതിലുള്ള വലിയ ആന മക്കയിലെ ഹറമിൻ്റെ പരിധിയിലെത്തിയപ്പോൾ മുന്നോട്ട് നീങ്ങുന്നില്ല, അവിടെ നിൽക്കുകയാണ്. വലത്തോട്ട് തിരിച്ചു വെച്ചാൽ അങ്ങോട്ട് പോകും, ഇടത്തോട്ട് തിരിച്ചു വെച്ചാൽ അങ്ങോട്ട് പോകും. ഇരു കാലുകളിലും കൊക്കിലും ഓരോ തീക്കല്ലുകളുള്ള പക്ഷികളെ അവർക്ക് നേരെ അയച്ചത്. അള്ളാഹു അവരെ നശിപ്പിച്ചു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അള്ളാഹു അവരെ നാമാവശേഷമാക്കി കളഞ്ഞു. ആ ആനയെ പിടിച്ചു വെച്ചാൽ അതെന്താണോ അവനാണ് ഒട്ടകത്തെ പിടിച്ചു വെച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം മക്കയിൽ ചോര ചിന്താതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തതാണത്. അപ്പോൾ അതിനുവേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒന്ന് സന്ധിക്ക് വേണ്ടി താണുകൊടുത്തു, അള്ളാഹുവിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം, ലാ യസ്അലൂനി അൽയൗമ ശൈഅൻ യുഅദ്ദിമൂന ബിഹി ഹുർമാത്തില്ലാഹ് ഇല്ലാ അജബ്തുഹും ഇലൈഹ. ഇന്ന് മുശ്രിക്കുകൾ, മക്കയിലെ ഖുറൈശുകൾ എന്നോട് അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ അത് ബഹുമാനിക്കുന്ന രൂപത്തിൽ, അതിൻ്റെ പവിത്രത ചിന്താത്ത രൂപത്തിൽ എന്താവശ്യപ്പെട്ടാലും ഞാൻ ഇന്ന് അവർക്ക് ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെന്നത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പലരെയും അയച്ചു, ഓരോരുത്തരെയും. എന്നിട്ടാണ് പിന്നെ സന്ധി ഉണ്ടാകുന്നത്. സുഹൈൽ ഇബ്നു അംർ വന്നതോടെയാണ് സന്ധി ഉണ്ടായത്. ഈ ഇത്രയും കടുത്ത നിലപാടെടുത്ത സുഹൈൽ പിന്നീട് മുസ്ലിം ആവുകയുണ്ടായി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കൊണ്ട് ഇസ്ലാമിന് ഏറെ ഉപകാരം ഉണ്ടായി എന്നാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്ന പലരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി സുൽഹുണ്ടാക്കിയതോടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചത്. ആ അള്ളാഹുവിന് വേണ്ടി നബി അവിടെ താണുകൊടുത്തപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തി. ഇബ്നു കസീർ ആ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വമാ സഅദ അല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. ഒരടിമ വിട്ടുവീഴ്ചയും മാപ്പും ചെയ്തു കൊടുത്താൽ അള്ളാഹു അവന് അന്തസ് വർദ്ധിപ്പിക്കാതിരിക്കുകയില്ല. വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്താതിരിക്കുകയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, മാ ആഖബ്ത അഹദൻ അസല്ലാഹ തആല ഫീക് ബിമിസ്ലി അൻ തുതിഅ അല്ലാഹ തബാറക വ തആല ഫീഹ്. അള്ളാഹുവിനെ നിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചവനോട്, പറഞ്ഞാൽ നീയുമായുള്ള ഇടപാടിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചില്ല, അള്ളാഹുക്ക് നിരക്കാത്തത് ചെയ്താൽ നിനക്ക് അവനോട് പകരം ചെയ്യാൻ ഏറ്റവും നല്ലത് എന്താണ്? അവൻ്റെ കാര്യത്തിൽ നീ അള്ളാഹിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്.
ആരെങ്കിലും ഒരാൾ നിന്റെ കാര്യത്തിൽ നിന്നോടുള്ള ഇടപാടിൽ അവൻ അള്ളാഹിനെ സൂക്ഷിക്കുന്നില്ല, പക്ഷേ അവനോടുള്ള ഇടപാടിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതാണ് അവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല തിരിച്ചടി എന്ന് ആര് പറയുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ഹുദൈബിയയിൽ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ചെയ്തിട്ടുള്ളത്. അതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലം എന്താണ്? ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ വയൻസുറക അല്ലാഹു നസ്റൻ അസീസ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിൽക്കും. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും, ഹത്താ തരിമ ഖദമാഹ്, അവിടുത്തെ കാലുകളിൽ നീര് വരുവോളം രാത്രി നിസ്കരിക്കും. അവിടുന്ന് നിസ്കരിക്കുമായിരുന്നു. ഫഖീല ലഹ്, ഇപ്പോൾ നബിയോട് ചോദിക്കപ്പെട്ടു, അലൈസ ഖദ് ഗഫറല്ലാഹു ലക് മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, ഓ നബിയെ, അള്ളാഹു താങ്കൾക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ അബദ്ധങ്ങളെല്ലാം വിട്ടു തന്നിട്ടില്ലേ, പുറത്തു തന്നിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, അഫല അകൂന അബ്ദൻ ശകൂറ, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ? ആയിഷ റളിയല്ലാഹു അൻഹ ഇതേ ചോദ്യം ചോദിക്കുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യാ ആയിഷ അഫല അകൂന അബ്ദൻ ശകൂറ, ഓ ആയിഷ, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ? നബിയോ സഹാബത്തോ? ആയിഷ റളിയല്ലാഹു അൻഹ തുടർന്ന് പറയുന്നത് കാണാം, അവിടുത്തേക്ക് പ്രായമായപ്പോൾ, ശരീരത്തിൽ കനം കൂടിയപ്പോൾ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ട് നിസ്കരിക്കും. രാത്രി നിസ്കാരം, ഫർദായ നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല, നിൽക്കാൻ ഒരു വഴിയുമില്ല എങ്കിലല്ലാതെ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇരിക്കുക എന്നത് ഫർദായ നിസ്കാരത്തിൽ പാടില്ല, ബാത്തില, നിസ്കാരം ബാത്തിലാകും. തീരെ നിൽക്കാൻ കഴിയില്ല എന്ന് വന്നാൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. എന്താണോ കഴിയാത്ത അത് ഒഴിവാക്കുക, അല്ലാത്ത ഒഴിവാക്കാൻ പാടില്ല ഫർദിൽ. എന്നാൽ സുന്നത്ത് നിസ്കാരത്തിൽ ഒരാൾക്ക് ഒരു പ്രയാസവും ഇല്ലെങ്കിലും യഥാർത്ഥത്തിൽ ഇരുന്ന് നിസ്കരിക്കാം, പകുതി പ്രതിഫലം. പ്രയാസമൊന്നുമില്ലാതെയും ഇരുന്ന് നിസ്കരിക്കാം, പകുതി പ്രതിഫലം. പ്രയാസമായാൽ ഇരുന്ന് നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ മരിദൽ അബ്ദു ഔ സാഫർ കുതിബ ലഹു മാ കാന യഅമലു സഹീഹൻ മുഖീമാ. ഒരടിമ യാത്ര പോവുകയോ രോഗിയാവുകയോ ചെയ്താൽ അവൻ നാട്ടിലുണ്ടായിരിക്കെ, ആരോഗ്യമുണ്ടായിരിക്കെ ചെയ്യുന്നതെന്തോ അത് അള്ളാഹുവിന് രേഖപ്പെടുത്തും. ഒരടിമ യാത്ര പോവുകയോ രോഗിയാവുകയോ ചെയ്താൽ യാത്ര ചെയ്യാത്ത സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് അവൻ ചെയ്യുന്നത് എന്താണോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി രേഖപ്പെടുത്തും എന്നാണ്. രോഗമായാൽ, പ്രായമെത്തിയാൽ ചെറുപ്പക്കാർക്കാർക്കും ഖേദം തോന്നുന്ന അവസ്ഥ വരരുത്. നല്ല ആരോഗ്യമുള്ള സമയത്ത് ഇതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ, എന്നാൽ ആരോഗ്യമുള്ള കാലം നീ ഉപയോഗപ്പെടുത്തിയാൽ അതിന് കഴിയാത്ത കാലത്ത് നിനക്ക് ആശ്വസിക്കാം. അൽഹംദുലില്ലാ, എൻ്റെ മുട്ട് ശരിക്ക് നിലത്ത് കുത്താൻ കഴിയുന്ന പ്രായത്തിൽ, എൻ്റെ കൈയും കാലുമൊക്കെ ശരിയായി ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ അള്ളാഹുവിൻ്റെ റുക്കൂഉം സുജൂദും വർദ്ധിപ്പിച്ചിരുന്നു എന്ന് ആശ്വസിക്കാം. എന്നാൽ അങ്ങനെയല്ലെങ്കിൽ നമ്മൾ ഖേദിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് അവിടുന്ന് ഇരുന്ന് നിസ്കരിക്കും, എന്നിട്ട് റുക്കൂഅ് ചെയ്യേണ്ട സമയം എത്തിയാൽ അവിടുന്ന് നിൽക്കുകയും കുറച്ച് പാരായണം ചെയ്യുകയും എന്നിട്ട് റുക്കൂഇലേക്ക് പോവുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം. അവിടുന്ന് പറയുകയാണ്, ഞാൻ അള്ളാഹുവിന് ശുക്റുള്ള ഒരടിമയാകണ്ടേ? സഹാബത്ത് ഈ വിശേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം പറഞ്ഞത് കാണാം, നബിയെ, താങ്കൾക്ക് അള്ളാഹു മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായതെല്ലാം പുറത്തു തന്നിട്ടില്ലേ എന്ന്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ഹുവല്ലദീ അൻസല السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. هو الذي അവനാകുന്നു, അള്ളാഹു ആകുന്നു, അൻസല അവതരിപ്പിച്ചത്, സക്കീനത്ത് ഇറക്കിയത്, സമാധാനം ഇറക്കിയത്, ഫി ഖുലൂബിൽ മുഅ്മിനീൻ മുഅ്മിനുകളുടെ ഹൃദയത്തിൽ, അള്ളാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിച്ച മുഅ്മിനുകളുടെ ഹൃദയത്തിൽ സക്കീനത്ത് ഇറക്കിയവൻ അള്ളാഹുവാണ്. ലിയസ്ദാദു അവർക്ക് വർദ്ധിക്കാൻ, ഈമാൻ വർദ്ധിക്കാൻ, മഅ ഈമാനിഹിം
അവർക്കുള്ള ഈമാനിൻ്റെ കൂടെ. വലില്ലാഹി അള്ളാഹുവിൻ്റെതാണ് ജുനൂദു സമാവാതി വൽ അർദ് ആകാശങ്ങളിലെയും ഭൂമിയിലെയും സൈന്യങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. വകാന അല്ലാഹു അലീമൻ ഹകീമ അള്ളാഹു എല്ലാം അറിയുന്ന അലീമാണ്. അവൻ അങ്ങേയറ്റം യുക്തിയുള്ള മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളുള്ള ഹക്കീമാകുന്നു. അള്ളാഹു മുഅ്മിനുകളുടെ ഹൃദയത്തിൽ സമാധാനം ഇറക്കുകയുണ്ടായി. ഫി ഖുലൂബിൽ മുഅ്മിനീൻ മുഅ്മിനുകളുടെ ഹൃദയങ്ങളിൽ ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം അവരുടെ ഈമാനിൻ്റെ കൂടെ ഈമാൻ വർദ്ധിക്കാൻ. ഇമാം ബുഖാരിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇമാമുമാർ ഈമാൻ ഹൃദയത്തിൽ കൂടുകയും കുറയുകയും ചെയ്യും എന്നതിന് തെളിവായി ഈ ആയത്ത് ഉദ്ധരിച്ചത് കാണാം. പല ആയത്തുകൾ തെളിവുണ്ട്. الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا മുഅ്മിനുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവർ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങും. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന അവരുടെ ഈമാൻ വർദ്ധിക്കും. അപ്പോൾ ഈമാൻ കൂടും കുറയും. സൽക്കർമ്മങ്ങൾ ചെയ്താൽ അത് വർദ്ധിക്കും, പാപങ്ങൾ ചെയ്താൽ അത് കുറയും. ശിർക്കോ കുഫറോ സംഭവിച്ചാൽ അത് പറ്റെ ഇല്ലാതായി പോകും. നസ്അലുല്ലാഹൽ ആഫിയ. അള്ളാഹു പറയുന്നു ഈ ആയത്തിൽ വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ് അള്ളാഹുവിൻ്റെതാണ് ആകാശങ്ങളിലെയും ഭൂമിയിലെയും സൈന്യങ്ങൾ. അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളെ മുഅ്മിനുകളോ സഹാബികളോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ഏത് കാലത്തോ അവരില്ലാതെ തന്നെ അള്ളാഹുവിനെ അവരെ നശിപ്പിക്കാൻ സാധിക്കും. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ് ആകാശത്തിലെയും ഭൂമിയിലെയും സൈന്യങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. എന്നാൽ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അവൻ ഹക്കീമാണ്. അവൻ മഹത്തായ ഉദ്ദേശമുള്ളവനാണ്. അതുകൊണ്ട് അവൻ ചില കാര്യങ്ങൾ നിശ്ചയിക്കും. അങ്ങനെ അവരെ നശിപ്പിക്കുകയില്ല, മറിച്ച് മുഅ്മിനുകളെ കൊണ്ട് അവരെ നശിപ്പിക്കും. അതിൻ്റെ ഫലമായി അള്ളാഹു മുഅ്മിനുകൾക്ക് ഒരുപാട് പ്രതിഫലം നൽകും. ആ പ്രതിഫലമാണ് അള്ളാഹു തൊട്ടുടനെ പറഞ്ഞത്. എന്താണത്? ലിയുദ്ഖിലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വയുകഫിറു അൻഹും സയ്യിആതിഹിം വകാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അളീമാ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ ദീനിൻ്റെ ശത്രുക്കളെ അവൻ ഒറ്റയടിക്ക് നശിപ്പിച്ചേനെ. അവൻ്റെതാണ് ആകാശങ്ങളിലെയും ഭൂമിയിലെയും സൈന്യങ്ങളെല്ലാം. എന്നാൽ അള്ളാഹു മുഅ്മിനുകളെ കൊണ്ട് അവൻ്റെ ദീനിൻ്റെ ശത്രുക്കളെ നേരിടുക എന്നതിൻ്റെ പിന്നിൽ അള്ളാഹുവിന് മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്നാണ് മുഅ്മിനുകൾക്ക് വലിയ പ്രതിഫലം നൽകുക എന്നത്. ആ പ്രതിഫലമാണ് ഈ ആയത്തിൽ, 5-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞതാണ്. ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا. ويعذب الله ശിക്ഷിക്കാൻ വേണ്ടിയും അതിനാണ് അള്ളാഹു ഇത് ചെയ്തിട്ടുള്ളത്. വയുഅദ്ദിബ അവൻ ശിക്ഷിക്കാൻ അൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് മുനാഫിഖുകളായ പുരുഷന്മാരെയും സ്ത്രീകളെയും വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത് മുശ്രിക്കുകളായ അള്ളാഹുൽ പങ്കുചേർക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും. മുനാഫിഖുകൾ എന്നാൽ കപടവിശ്വാസികൾ എന്നാണ് അതിനർത്ഥം. അഥവാ അള്ളാഹുലോ അവൻ്റെ ദീനിലോ ഉള്ളിൽ യാതൊരു വിശ്വാസവുമില്ല, പുറമേക്കുണ്ടെന്ന് അഭിനയിക്കുക മാത്രം ചെയ്യുക. അതാണ് നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്ന മുനാഫിഖുകൾ. എന്നാൽ അമലിൽ പ്രവർത്തനങ്ങളിൽ കാപട്യം വരിക എന്നൊരു കാര്യമുണ്ട്. അത് ഈ നിഫാഖല്ല, അത് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകാം. നിഫാഖിൻ്റെ ചില അടയാളങ്ങൾ: കളവ് പറയുക, വാഗ്ദാനം ലംഘിക്കുക. അള്ളാഹുലും റസൂലിലും അന്ത്യദിനത്തൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. അത് നിഫാഖാണ്. പക്ഷെ അത് വിശ്വാസത്തിലുള്ള നിഫാഖല്ല.
വിശ്വാസത്തിലുള്ള നിഫാഖ് എന്നാൽ അത് സംഭവിച്ചാൽ അവൻ്റെ സങ്കേതം നരകത്തിൻ്റെ അടിത്തട്ടാണ്, മുശ്രിക്കുകളുടെയും കുഫാറുകളുടെയും താഴെ, നഊദു ബില്ലാഹ്. അഥവാ അള്ളാഹുലോ റസൂലോ ഒന്നും യാതൊരു വിശ്വാസവും അവർക്കുള്ളിലില്ല, പുറമേക്ക് വെറുതെ പേരിന് മാത്രം ഇസ്ലാം അഭിനയിക്കുകയാണ് ദുനിയാവിൻ്റെ പല താല്പര്യങ്ങൾക്ക് വേണ്ടിയും. അവരുടെ ഉള്ളിലുള്ളത് പല സമയത്തായി പുറത്തു ചാടും. ഉദാഹരണത്തിന് പരീക്ഷണങ്ങൾ വരുമ്പോൾ, മുസ്ലിമീങ്ങൾക്ക് വിപത്തുകൾ വരുമ്പോൾ കാണാം അവർ നേരെ ഇസ്ലാമിന് എതിർ കക്ഷിയായി നിൽക്കുന്നത്, എന്നിട്ട് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരിൽ സംസാരിക്കുന്നത്, ദീനിനെ പരിഹസിക്കുന്നത്, ദീനിൻ്റെ ആളുകളെ പരിഹസിക്കുന്നത്, ഇസ്ലാമിൻ്റെ പ്രകടമായ ചിഹ്നങ്ങളെപ്പോലും പരിഹസിക്കുന്നത്. എന്തിനു വേണ്ടി? മറ്റുള്ളവരുടെ കയ്യടി നേടാൻ. അതൊക്കെ ഇഅ്തിഖാദിൽ, വിശ്വാസത്തിൽ തന്നെ നിഫാഖുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളാണ്. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാം. അങ്ങനെയുള്ള മുനാഫിക്കുകളെയും മുശ്രിക്കുകളെയും അള്ളാഹു ശിക്ഷിക്കാൻ. അള്ളാന്നീന, അവരാരാണ്? അള്ളാന്നീൻ, വിചാരിക്കുന്നവരാണ്. ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ച്, മോശമായ വിചാരം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് അവർ. അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരങ്ങളിൽ ഒന്നാണ് അള്ളാഹു അവൻ്റെ അടിമകളായ മുഅ്മിനുകളെ സഹായിക്കുകയില്ല എന്ന വിചാരം. എപ്പോഴും മുശ്രിക്കുകൾക്കും കാഫിറുകൾക്കും ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും മേലധികാരവും വിജയവും ഉണ്ടാകും എന്ന ചിന്ത അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം ചിന്തയാണ്. അതാണ് ഇവിടെയും ഈ ആയത്തിനും. കാരണം മുനാഫിക്കുകൾ എന്താണ് ചിന്തിച്ചത്? അവരെന്താണ് വിചാരിച്ചത്? മുസ്ലിമീങ്ങൾ ഇപ്പോൾ തുടച്ചു നീക്കപ്പെടും, അവർ പിഴുതെറിയപ്പെടും എന്നാണ് ചിന്തിച്ചത്. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരമാണ്. ഇബ്നു കസീർ പറയുകയാണ്, യത്തഹിമൂന അല്ലാഹ തആല ഫി ഹുക്മിഹി, അവർ അള്ളാഹുവിനെ അവൻ്റെ വിധിയിൽ അവർ ദുരാരോപണം നടത്തും. വയظنون بالرسول صلى الله عليه وسلم واصحابه ان يقتلوا ويذهبوا بالكليه, അവർ കൊല്ലപ്പെടും, ഒന്നാകെ നാമാവശേഷമായി തീരും എന്ന് അവരുടെ ചിന്ത. അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം ചിന്ത പലതുണ്ട്. മുമ്പ് കിതാബ് തൗഹീദിന്റെ ദർസിൽ നമ്മൾ ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ മനോഹരമായൊരു സുദീർഘമായ വാചകം വായിച്ചിരുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുകൾ. അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരം എന്നാൽ അത് യഥാർത്ഥത്തിൽ മുശ്രിക്കുകളുടെയും മുനാഫിക്കുകളുടെയും സ്വഭാവമാണ്. എന്നാൽ മുസ്ലിമീങ്ങളായ ആളുകളിൽ പല രൂപത്തിൽ, പല കടുപ്പം കുറഞ്ഞും കൂടിയും അതുണ്ടാകാം. ജനങ്ങളിൽ അധിക പേരും യഥാർത്ഥത്തിൽ അങ്ങനെയാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു. അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ അവരോട് സംസാരിച്ചാൽ, ജനങ്ങളോട് സംസാരിച്ചാൽ വരികൾക്കിടയിൽ, വാക്കുകൾക്കിടയിൽ അത് കേൾക്കാൻ കഴിയും. കാരണം ആളുകൾ അവർക്ക് അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയാതെ പറയുന്നു, അള്ളാഹു അവനോട് എന്തോ അനീതി ചെയ്തിട്ടുണ്ട് എന്നതുപോലെ, എനിക്ക് ഈ കിട്ടിയതിനേക്കാൾ എന്തോ അധികം കിട്ടാൻ എനിക്ക് അർഹതയുണ്ട് എന്നവൻ പറയാതെ പറയുന്നത് കാണാം. ചാരം ചികഞ്ഞാൽ അതിനടിയിൽ കനൽ കത്തുന്നത് പോലെ ഈ തരത്തിലുള്ള ചിന്ത ആളുകളുടെ വാക്കുകൾ ചികഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഒരിക്കലും അത് പാടില്ല. മറിച്ച് അള്ളാഹു ഒരാളോടും ഒരിക്കലും അനീതി ചെയ്യുകയില്ല. അള്ളാഹു ഒരുപാട് ഫضൽ, അവൻ്റെ ഔദാര്യമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും നീ മോശം വിചാരിക്കരുത്. മറിച്ച് നീ മോശം വിചാരിക്കേണ്ടത് നിന്റെ നഫ്സിനെ കുറിച്ചാണ്, നിന്നെക്കുറിച്ചാണ്. അതിൽ ഷർറ് മാത്രമേ ഉള്ളൂ, തിന്മ മാത്രമേ ഉള്ളൂ. അതിൽ വല്ല നന്മയുമുണ്ടോ അത് റഹ്മാനായ നിന്റെ റബ്ബ് കനിഞ്ഞരുളി തന്നതാണ്. അതുകൊണ്ട് റബ്ബിനെ കുറിച്ച് നീ നല്ലത് വിചാരിക്കുക. അള്ളാഹുവിനെ കുറിച്ച് നീ എങ്ങനെ വിചാരിക്കുന്നോ അവൻ നിനക്ക് അങ്ങനെ ആയിരിക്കും. അവനവൻ്റെ തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. എത്രയാണ് നമ്മുടെ പാപങ്ങൾ, എത്രയാണ് അള്ളാഹുവിനെ കുറിച്ച് നാം ഗഫലത്തിൽ, അശ്രദ്ധയിലും മറവിയിലുമായി പോകുന്ന രംഗങ്ങൾ. എത്ര സന്ദർഭങ്ങളിലാണ് അവൻ്റെ വിധിവിലക്കുകൾ നമ്മൾ മറന്നുപോകുന്നത്, നമ്മുടെ ശത്രുവായ പിശാചിനെ നാം അനുസരിക്കുന്നത്. നസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അള്ളാഹു പറയുന്നു, അലൈഹിം, അവരുടെ മേലാണുള്ളത്, ദാഇറത്തു സൗ, തിന്മയുടെ വലയം, തിന്മ അത് യഥാർത്ഥത്തിൽ അവരുടെ മേലാണുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് അവർ മോശം വിചാരിക്കുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ മോശവും അവർക്കാണുള്ളത്. ദാഇറ എന്നാൽ വൃത്തമാണ്. യഥാർത്ഥത്തിൽ ഒരു ചില കാലത്തുണ്ടാകുന്ന വിപത്തുകൾ, കാലവിപത്തുകൾ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന കാര്യത്തിന് അറബിയിൽ ദാഇറ എന്ന് പറയും. എല്ലാ തിന്മയും അവർക്കാണുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് അവർ മോശം വിചാരിക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹു ഹക്കീമാണ്. എന്താണ് സഹോദരങ്ങളെ ഹക്കീം എന്ന് പറഞ്ഞാൽ അർത്ഥം? ഈ പേരിൻ്റെ അർത്ഥം അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ ഒരുപാട് കക്ഷികൾ പിഴച്ചുപോയിട്ടുണ്ട്.
കാരണം അള്ളാഹുവിൻ്റെ ഏത് പ്രവൃത്തിക്ക് പിന്നിലും ഏത് വിധിക്ക് പിന്നിലും അവൻ്റെ ഹിക്മത്തുണ്ട്, അവൻ്റെ മഹത്തായ യുക്തിയുണ്ട്. അവൻ ചെയ്യുന്നതെല്ലാം യഥാർത്ഥത്തിൽ ഖൈറാണ്. ആപേക്ഷികമായ അതിൽ തിന്മയുണ്ടാകാം നമുക്ക് കാണുമ്പോൾ, പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ അവന് മഹത്തായ ലക്ഷ്യങ്ങളുണ്ട്. ഈ ഹിക്മത്ത് മനസ്സിലാക്കാത്തതിനാൽ ഒരുപാട് പേർ പിഴച്ചുപോയിട്ടുണ്ട്. എത്രത്തോളം നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും ജനങ്ങൾ പോകാനുള്ള ഒരു കാരണം അള്ളാഹുവിൻ്റെ വിധിയിൽ അന്താളിച്ചു പോകലാണ്. എന്താ ഇത് എന്ന് പറഞ്ഞ് ഒന്നും തിരിയാതെ പോവുക. ഒരു സംശയത്തിൻ്റെ പേരിലാണ് അവൻ പോകുന്നത്, എന്നിട്ട് സംശയം തീർന്നോ? ഇല്ല, അവൻ ആകെ സംശയത്തിൻ്റെ കുഴിയിലാണ് വീണിട്ടുള്ളത്. യുക്തിവാദത്തിനെ കുറിച്ച് നമ്മളൊരു സംസാരം പറഞ്ഞപ്പോൾ അതിൽ ഒരു യുക്തിവാദിയുടെ അവസ്ഥ വിവരിക്കുന്ന ഒരു കവിത, അറബി കവിത പറഞ്ഞിരുന്നു. അത് കേട്ടാൽ എനിക്ക് മനസ്സിലാവും എന്താണ് അവൻ്റെ സ്ഥിതിയെന്ന്. അലൈഹിം ദാഇറത്തു സൗ വഗളിബ അല്ലാഹു അലൈഹിം, അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു, മുശ്രിക്കുകളോടും മുനാഫിക്കുകളോടും, അതിൽ ആണിനോടും പെണ്ണിനോടും അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു. വലഅനഹും, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും ജഹന്നം, ജഹന്നമാകുന്ന നരകം അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. എന്ത് കിട്ടിയിട്ടുണ്ടാണ് ദുനിയാവിൽ? എത്ര അധികാരം കിട്ടിയിട്ടുണ്ടാണ്, ആളുകളെ അടിച്ചമർത്തിയിട്ടുണ്ടാണ്. അള്ളാഹുവിൻ്റെ കോപവും ശാപവും പരലോകത്ത് ജഹന്നവുമാണ് ഒരുവൻ ഉള്ളതെങ്കിൽ ദുനിയാവിൽ അവൻ എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? യാതൊരു കാര്യവുമില്ല. വസാഅത് മസീറ, അതെത്ര മോശമായ സങ്കേതമാണ്. വീണ്ടും അള്ളാഹു പറയുന്നു വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും സൈന്യം അള്ളാഹുവിൻ്റെതാണ്. വകാന അല്ലാഹു അസീസൻ ഹകീമ, അള്ളാഹു അസീസും ഹക്കീമുമാണ്, അങ്ങേയറ്റത്തെ ഇസ്സത്തുള്ളവൻ, ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത പ്രതാപിയാണവൻ. ഹക്കീമൻ, അവൻ്റെതാണ് വിധി മുഴുവൻ, അവൻ വിധിച്ചതേ നടക്കൂ. അതുപോലെ അവൻ ഉള്ളവനാണ്. അവൻ്റെ ഏത് വിധിക്ക് പിന്നിലും അവൻ്റെ മഹത്തായ ഹിക്മത്തുണ്ട്. അവൻ ഈ ആളുകളെ വെറുതെ വിട്ടിട്ടുണ്ടോ, ദുനിയാവിൽ അവർക്ക് ഇട കൊടുക്കുന്നുണ്ടോ, അതിൻ്റെ എല്ലാം പിന്നിൽ അവൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അവൻ അവരെ നശിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല എന്നെല്ലാമാണ് അതിൻ്റെ വിശദീകരണം. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ പറയാം. വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.